ആഫ്റ്റർനൂൺ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഘോഷയാത്രയാണ്. കുഞ്ചൻ നമ്പ്യാരുടെയാണ് ഘോഷയാത്ര കേട്ടോ. ഘോഷയാത്ര ബൈ കുഞ്ചൻ നമ്പ്യാർ. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടാണ്. കുഞ്ചൻ നമ്പ്യാർ born 1705 and died 1770 is one of the triumvirate of great poets of Malayalam, the other two being തുഞ്ചത്ത് എഴുത്തച്ഛൻ ആൻഡ് ചെറുശ്ശേരി. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ മലയാള കവികളിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നു. അതിലെ ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. മറ്റ് രണ്ട് പേര് തുഞ്ചത്ത് എഴുത്തച്ഛനും അതുപോലെ തന്നെ ചെറുശ്ശേരിയുമാണ്. He was a great satirist, performer and inventor of തുള്ളൽ. സോ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സറ്റാറിസ്റ്റാണ്. സറ്റാറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിമർശകനാണ്. പെർഫോമർ നല്ലൊരു കലാകാരനാണ്. അതുപോലെ തന്നെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ആൻഡ് ഇൻഡിജിനസ് പെർഫോമൻസ് ആർട്ട് ഫോം ഓഫ് കേരള. തുള്ളൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലയാണ് തുള്ളൽ. അതിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാർ believed to be a native of കിള്ളിക്കുറിശ്ശിമംഗലം, near ഒറ്റപ്പാലം in Palakkad district, served in courts of Marthandavarma and Dharmaraja, kings of erstwhile Travancore. നോക്കാം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കിള്ളിക്കുറിശ്ശിമംഗലം എന്ന് പറഞ്ഞൊരു മനയുണ്ടായിരുന്നു. അവിടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചത് അല്ലെങ്കിൽ ജനിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രാവൻകൂറിലെ രാജാക്കന്മാരായിരുന്ന ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ അവരുടെയൊക്കെ കൊട്ടാരങ്ങളിൽ നല്ലൊരു പെർഫോമറായിട്ട് കുഞ്ചൻ നമ്പ്യാർ വർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ യൂസ്ഡ് സ്റ്റോറീസ് ടേക്കൺ ഫ്രം പോപ്പുലർ ആൻഡ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ to ridicule the follies and foibles of contemporary Kerala society. കുഞ്ചൻ നമ്പ്യാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് അദ്ദേഹം കഥകൾ എടുക്കുന്നത് പോപ്പുലറായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ അതുപോലെ ക്ലാസിക്കലായിട്ടുള്ള സാഹിത്യത്തിലെ പല കഥകളെടുത്ത് അദ്ദേഹം അത് തുള്ളലിലൂടെ അദ്ദേഹം അത് പെർഫോം ചെയ്യും. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ അന്നത്തെ കാലത്തിലെ കേരള സമൂഹത്തിലെ പലരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ തെറ്റായ പല കാര്യങ്ങളെ, ഫോളീസ് എന്ന് പറഞ്ഞ തെറ്റുകൾ, അതിനൊക്കെ റിഡിക്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കല അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. Thus the soldiers of North Indian rulers like Kauravas figure as നായർ പട്ടാളം of the Kerala rulers in his work. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നോർത്തിലെ, അതായത് നോർത്തിലെ പട്ടാളക്കാരായിരുന്ന നോർത്ത് ഇന്ത്യ റൂളേഴ്സിൻ്റെ പട്ടാളക്കാരായിരുന്ന കൗരവാസ് ഒരു കേരളത്തിലെ ഒരു നായർ പട്ടാളമാണ് എന്നോണാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണാൻ പറ്റുക. ദ സോൾജേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യ റൂളേഴ്സ് ലൈക്ക് ദ കൗരവാസ് ഫിഗർ ആസ് നായർ പട്ടാളം ഓഫ് കേരള റൂളേഴ്സ് ഇൻ ഹിസ് വർക്ക്. അപ്പോൾ നോർത്തിലാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ റൂളേഴ്സിൻ്റെ സോൾജേഴ്സായിരുന്ന കൗരവന്മാർ, കേരളത്തിലാവുമ്പോൾ അതെന്തായിട്ട് മാറും? നായർ പട്ടാളാവും. അങ്ങനെ അവരെ പരിഹസിക്കുന്ന രീതിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. നമ്പ്യാർ invariably used simple Malayalam in his poems, which adds to their elegance and appeal. അദ്ദേഹം സിമ്പിൾ മലയാളം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള മലയാളമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഒന്നും കൂടെ കൂട്ടിയെന്നാണ് പറയാം. അതേസമയം ഹിസ് മോസ്റ്റ് ഹിലാരിയസ് poems are strewn with gems of wisdom and rare insight. ഇങ്ങനെ തമാശ കലർന്നതാണെങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ വിവേകം അല്ലെങ്കിൽ വലിയൊരു സത്യം, ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണാൻ പറ്റും. അത് പലപ്പോഴും വിച്ച് ആർ യൂസ്ഡ് ആസ് പ്രോവർബ്സ്, വലിയൊരു പഴഞ്ചൊല്ലായിട്ടോ അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് വിസ്ഡത്തിൻ്റെ വിവേകത്തിൻ്റെ വാക്കുകളായിട്ടോ ഒക്കെ ആയിട്ട് ബൈ കേരളൈറ്റ്സ് ഈവൻ ടുഡേ, മലയാളികൾ ഇന്നും ഉപയോഗിച്ചു പോരുന്നു. ആസ് പെർ എ പോപ്പുലർ മിത്ത്, ഒരു മിത്ത് എന്നോണം, ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു കഥയെന്നോണം
Nambiar is believed to have devised the Tullal form overnight to avenge a Chakyar who ridiculed him for falling asleep at his Miravu during the performance of Kuthu. അപ്പം എങ്ങനെയാണ് തുള്ളൽ പ്രസ്ഥാനം ഉണ്ടായത്, തുള്ളൽ പ്രസ്ഥാനം എങ്ങനെയാണ് ഉടലെടുത്തത് എന്നതിന് ഇന്നും ഒരു കെട്ടുകഥയുണ്ട്. ഒരു കെട്ടുകഥയാണെന്നറിയില്ല, എല്ലാവരും അത് വിശ്വസിച്ചു പോരുന്നു. ആ കഥ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്പ്യാർ കൂത്ത് പെർഫോം ചെയ്യുമ്പോൾ, മറ്റൊരു കലാരൂപമായിട്ടുള്ള കൂത്ത് പെർഫോം ചെയ്യുമ്പോൾ കുഞ്ചൻ നമ്പ്യാർക്ക് മിഴാവ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ആ ഒരു വാദ്യോപകരണം. ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ കുഞ്ചൻ നമ്പ്യാർ ഉറക്കം വന്നിട്ട് ഉറങ്ങിയെന്നും, അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിയപ്പോൾ ചാക്യാർ കുഞ്ചൻ നമ്പ്യാറിനെ കളിയാക്കിയെന്നും, അങ്ങനെ ചാക്യാർക്കെതിരെ ഒരു എവഞ്ച് എന്നോണം, അതായത് ഒരു പ്രതികാരം എന്നോണം ഒറ്റ രാത്രി കൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയതെന്നുമാണ് വിശ്വസിക്കുന്നത്. അതാണ് പറയണത്. ആസ് പെർ എ പോപ്പുലർ മിത്ത്, നമ്പ്യാർ ഈസ് ബിലീവ് ടു ഹാവ് ഡിവൈസ് ദ തുള്ളൽ ഫോം ഓവർനൈറ്റ്, ഒറ്റ രാത്രി കൊണ്ട്, ടു അവെഞ്ച് എ ചാക്യാർ, പ്രതികാരം ചെയ്യാൻ ചാക്യാറിനോട്, ഹു റിഡിക്യൂൾഡ് ഹിം, ചാക്യാർ കളിയാക്കി കുഞ്ചൻ നമ്പ്യാരെ, ഫോർ ഫോളിങ് എ സ്ലീപ്പ്, ഉറങ്ങിയതിന്, അറ്റ് ഹിസ് മിഴാവുമേ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് കൂത്തു. അപ്പോൾ ചാക്യാറിനെതിരെ പ്രതികാരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൊണ്ടുവന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹി ഡിസൈൻഡ് തുള്ളൽ ബോറോയിങ് എലമെൻറ്റ്സ് ഫ്രം പടയണി, കോലം തുള്ളൽ ആൻഡ് അതർ ഫോക്ക് ആർട്സ്. സോ പടയണിയിൽ നിന്നും കോലം തുള്ളലിൽ നിന്നൊക്കെ പല എലമെൻറ്റ്സും തുള്ളലിന് അദ്ദേഹം കടമെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മോസ്റ്റ് ഓഫ് ഹിസ് പോംസ്, അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാ കവിതകളും ആർ തുള്ളൽ പാട്ടുകൾ തന്നെയാണ്. സോങ് സങ് ഇൻ അക്കമ്പനി ടു ദ പെർഫോമൻസ്. സോ ഒരു കാര്യം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു പാടുന്ന രീതിയിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ദ സ്റ്റോറീസ്, കഥകൾ, അഡാപ്റ്റഡ് ഫ്രം ദ പുരാണാസ്, സാധാരണ എവിടെ നിന്നാണ് കാണാൻ പറ്റുക, ഏതിൽ നിന്നുള്ള കഥകളാണ്, പുരാണങ്ങളിൽ നിന്നും. ആൻഡ് അതർ ക്ലാസിക്കൽസ്, മറ്റ് ക്ലാസിക്സിൽ നിന്നും വീണ്ടും റീടോൾഡ് ചെയ്യാണ്, വീണ്ടും പറയാണ്. ഇൻ റിത്തമിക് വേഴ്സ്, ഒരു താളത്തോടു കൂടെയുള്ള ഒരു കവിതാ രൂപത്തിൽ. ഇൻ ദ്രാവിഡ മീറ്ററുകൾ. ഹിസ് കംപ്ലീറ്റ് മാസ്റ്ററി ഓഫ് രാഗാസ്, രാഗങ്ങളുണ്ട്, താളങ്ങളുണ്ട്. ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് തുള്ളൽ പോയിന്റ്സ് ടു ദ പോസിബിലിറ്റി ദാറ്റ് ഹി ഹിംസെൽഫ് മൈറ്റ് ഹാവ് ബീൻ എ പെർഫോമർ ടു. അപ്പം അദ്ദേഹം ഒരു പെർഫോമർ ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള രാഗങ്ങളും താളങ്ങളൊക്കെയാണ്. ഹി കമ്പോസ് സോങ്സ് ഫോർ ഓൾ ദ 3 kinds ഓഫ് തുള്ളൽ. ഈ തുള്ളലിന് തന്നെ 3 സബ്സെക്ഷൻസ് ഉണ്ട്. ആ 3 എണ്ണത്തിനും അദ്ദേഹം അതിൻ്റേതായ രീതിയിലുള്ള സോങ്ങുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള തുള്ളലുകൾ ഏതൊക്കെയാണ്? ഓട്ടൻ, സീതങ്കൻ ആൻഡ് പറയൻ. ഓട്ടൻ തുള്ളൽ, സീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. ഇത് 3 തുള്ളലിൻ്റെ മറ്റ് വകഭേദങ്ങളാണ്. നമുക്ക് നോക്കാം. ഘോഷയാത്ര, നമുക്ക് പഠിക്കാനുള്ള ഘോഷയാത്ര ടേക്സ് ആൻ ഇവൻറ്റ് ഫ്രം വാനപർവം ഓഫ് ദ എപ്പിക് മഹാഭാരത. മഹാഭാരതത്തിലെ ഒരു ഭാഗമുണ്ട് വാനപർവം എന്ന് പറഞ്ഞിട്ട്. ആ വനപർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഘോഷയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മഹാഭാരതത്തിലെ വാനപർവം അതിലത്തെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, ഒരു തുള്ളൽ ഭാഗം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ കഥയാണ് ഇവിടെ പറയുന്നത്. പാണ്ഡവാസ് ആർ സെൻഡ് ഇൻ ടു ആൻ എക്സൈൽ ഓഫ് 13 years and an additional year to be spent in disguise as per a bet in a gamble which they lost to Kauravas. അപ്പോൾ മഹാഭാരതം എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള, പാണ്ഡവാസ് ഒരു വിഭാഗമാണ്, കൗരവാസ് മറ്റൊരു വിഭാഗമാണ്. ഇവർ തമ്മിലുള്ള ഒരു ശത്രുക്കളാണ്. അതിൻ്റെയും ഇവർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും കഥയാണ് മഹാഭാരതം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൗരവാസുമായിട്ട് പാണ്ഡവന്മാർ ബെറ്റ് വെച്ചു. ആ ബെറ്റിൽ പാണ്ഡവർ തോൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പാണ്ഡവർ തോൽക്കുകയല്ല, കൗരവാസ് പാണ്ഡവന്മാരെ ചതിക്കുകയാണ്. അങ്ങനെ ചതിയിലൂടെ തോൽപ്പിച്ച് ആ ബെറ്റ് ഒരു 14 വർഷം ഇവർ ഒരു കാട്ടിൽ അല്ലെങ്കിൽ നാട് കടത്തപ്പെടണം. അങ്ങനെ ഈ ഒരു പാണ്ഡവന്മാർ ഈ ഒരു ബെറ്റിൽ തോൽക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ കൗരവന്മാരെ അവരെ ചതിച്ചു.
അങ്ങനെ അവർ 14 വർഷം അവർ നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാട്ടിലേക്ക് വനവാസത്തിന് പോകേണ്ട അവസ്ഥ വരികയാണ്. Curious to know about the whereabouts of their lives in exile, the Kaurava king Duryodhana sends a person to gather information. അപ്പോൾ അങ്ങനെ പാണ്ഡവരെ കൗരവന്മാർ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ കൗരവ രാജാവായിട്ടുള്ള ദുര്യോധനന് ഇനി കാട്ടിലെങ്ങനെയാണ് പാണ്ഡവർ താമസിക്കുന്നത്, എത്രത്തോളം ദുരിതമുണ്ട് എന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ഉത്കണ്ഠ വന്നു. അപ്പം കാട്ടിൽ താമസിക്കുന്ന പാണ്ഡവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൗരവ രാജാവായിട്ടുള്ള ദുര്യോധനൻ ഒരു മെസ്സഞ്ചറിനെ പറഞ്ഞയക്കുകയാണ് അവരെക്കുറിച്ചുള്ള വിവരം അറിയാനായിട്ട്. When the messenger arrives with the news of Pandavas, അങ്ങനെ പാണ്ഡവരുടെ കാട്ടിലെ വിവരവുമായിട്ട് ആ ഒരു ദുര്യോധനൻ അയച്ച മെസ്സഞ്ചർ തിരിച്ചെത്തുകയാണ്. Kauravas are disconcerted by the fact that Pandavas are really having a good time in the forest. അങ്ങനെ മെസ്സഞ്ചർ തിരിച്ചു വന്നപ്പോൾ അത് കൗരവർക്ക് ഭയങ്കര വിഷമായി. കാരണം മെസ്സഞ്ചർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവർക്ക് നല്ലൊരു ജീവിതമാണ് കാട്ടിൽ, നല്ല സന്തോഷത്തോടു കൂടിയാണ് പാണ്ഡവർ കാട്ടിൽ താമസിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ കൗരവന്മാർക്ക് അത് ഭയങ്കര വിഷമായി. Duryodhana plans to bring Pandavas down a little by showcasing Kauravas' wealth and pomp before them and thus unsettle their calm and peaceful life. അപ്പോൾ ദുര്യോധന വിചാരിക്കുകയാണ്, ഓക്കെ, പാണ്ഡവന്മാർ അങ്ങനെ സന്തോഷത്തിൽ കാട്ടിൽ താമസിക്കേണ്ട, അവിടം വരെ ഒന്ന് പോവാം, എന്നിട്ട് കൗരവർ എത്ര സന്തോഷത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ പണവും പത്രാസും അതുപോലെ തന്നെ സുഖത്തിലെ ആഡംബരങ്ങളൊക്കെ കാണിച്ചിട്ട് പാണ്ഡവരുടെ സമാധാനം ഒന്ന് കളയാം എന്ന് ദുര്യോധനൻ വിചാരിക്കുകയാണ്. കൗരവ രാജാവായിട്ടുള്ള ദുര്യോധനൻ വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഘോഷ എന്നാണ്. ഘോഷ ഓഫ് ദ ടൈറ്റിൽ. അപ്പോൾ ഘോഷ എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർലൈൻ ചെയ്യട്ടെ. ഘോഷ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു പാസ്റ്റേഴ്സ്, ഈ പുൽമേടുകളാണ്. ദ ഘോഷ ഓഫ് ദ ടൈറ്റിൽ റെഫേഴ്സ് ടു പാസ്റ്റേഴ്സ്, പുല്ലുള്ള പ്രദേശം, പുൽമേടുകൾ. വെർ കാറ്റിൽ ഹേർഡേഴ്സ് ലിവ് ടുഗദർ. ആ പുൽമേട്ടിലാണ് കന്നുകാലികളും കന്നുകാലീനെ വളർത്തുന്ന ആളുകളും ഒരുമിച്ച് താമസിക്കുന്ന പുൽമേടുകളെയാണ് നമ്മൾ ഘോഷ എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ദർ വർ മെനി ഘോഷാസ് ഇൻ ദ പ്രസിൻസ് ഓഫ് ദ്വൈതവനം, ദ ഫോറസ്റ്റ് വെർ പാണ്ഡവാസ് സ്പെൻഡ് ദ ടൈം ഇൻ എക്സൈൽ. ഇതുപോലുള്ള ഒരുപാട് ഘോഷങ്ങൾ ദ്വൈതവനത്തിലുണ്ട്. ഈ ദ്വൈതവനത്തിലാണ് പാണ്ഡവർ നാട് കടത്തപ്പെട്ടതും അവരിപ്പോൾ താമസിക്കുന്നതും. ദ കൗരവാസ് സെറ്റ് ഔട്ട് ഓൺ പ്രിടെക്സ്റ്റ് ഓഫ് വിസിറ്റിംഗ് ദെയർ പാസ്റ്റേഴ്സ്. അപ്പോൾ കൗരവർ വിചാരിച്ചു ഈ ഒരു പുൽമേടുകൾ സന്ദർശിക്കാം, അങ്ങനെ പാണ്ഡവരെ പാണ്ഡവരുടെ വിവരങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുകയാണ്. The poem doesn't simply narrate this chain of events from the epic. ഈ ഒരു മഹാഭാരതം എന്ന് പറഞ്ഞ എപ്പിക്കിലെ ഒരു കഥ മാത്രമല്ല ഇവിടെ പറയുന്നത്. ഇൻസ്റ്റീഡ് അതിന് പകരം the poet superimposes the cultural and social scenario of the 18th century Kerala and satires both. അതേസമയം 18-ാം നൂറ്റാണ്ടിലെ കേരള സമൂഹത്തെ വരച്ച് കാണിക്കുകയും അതേസമയം 18-ാം നൂറ്റാണ്ടിലെ കേരള സമൂഹത്തെ വിമർശിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ. ദുര്യോധന ഈസ് കാസ്റ്റ് ആസ് എ ലോക്കൽ കിങ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലൊരു രാജാവായിട്ടാണ് ഇവിടെ ദുര്യോധനനെ കാണിക്കുന്നത്. വിത്ത് ആൻ ആർമി ഓഫ് നായർ സോൾജേഴ്സ്. നായർ പട്ടാളക്കാരുണ്ട്, ഒരു ആർമി തന്നെയുണ്ട്. ഹു ആർ എനിത്തിങ് ബട്ട് വാലിയൻറ്റ്. പക്ഷേ ഈ ഒരു നായർ പട്ടാളക്കാരെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാണ്. അവർ ഭയങ്കര മടിയന്മാരാണ്. ദ സോൾജേഴ്സ് ഈറ്റ് എ ലോട്ട്. ഒരുപാട് ഫുഡ് അവർ കഴിക്കും. സ്പെൻഡ് ടൈം വിത്ത് ദെയർ വൈഫ്സ് ആൻഡ് ജനറലി ലീസ് അറൗണ്ട്. ഭാര്യയുമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കും. പിന്നെ അവരിങ്ങനെ കറങ്ങും. ദ കിങ് ഓൾദോ ഫെഡ് അപ്പ് വിത്ത് ഹിസ് ആർമി. ഒരുപാട് ഫുഡും പൈസയൊക്കെ ഈ ഒരു ആർമിക്ക് വേണ്ടി രാജാവ് ചെലവഴിക്കും. ആൻഡ് ഇറ്റ്സ് ഡൂയിങ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹങ്കർ ഈസ് എ പവർഫുൾ ഡ്രൈവിംഗ് ഫാക്ടർ ഫോർ എവരിബഡി. കാരണം ഒരു വിശപ്പ് ഒരു വലിയൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കേരള സമൂഹത്തെയും കൂടെ ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ ഒരു പോം 2 പാർട്സാണ്, 2 ഭാഗങ്ങളുണ്ട്. ഇനി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ എക്സെപ്റ്റ്
ആദ്യത്തെ ഭാഗത്തിൽ ദ മെസ്സഞ്ചർ കംസ് ബാക്ക് ടു കൗരവാസ് ആൻഡ് റിപ്പോർട്ട്സ് ടു ദുര്യോധന. ആദ്യത്തെ ഭാഗത്തിൽ കൗരവ രാജാവായിട്ടുള്ള ദുര്യോധനൻ പറഞ്ഞയച്ച മെസ്സഞ്ചർ എന്ത് മെസ്സഞ്ചറാ? പാണ്ഡവരുടെ ജീവിതം അന്വേഷിക്കാനായിട്ട് പറഞ്ഞയച്ച മെസ്സഞ്ചർ തിരിച്ച് കൗരവരുടെ അടുത്തെത്തിയിട്ട് ദുര്യോധനോട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് ആദ്യത്തെ ഭാഗം. ദ കൗരവ കിങ് വിത്ത് ന്യൂസ് ഫ്രം ദൈവത വുഡ്സ്. ദൈവത വുഡ്സിൽ നിന്നുള്ള പാണ്ഡവരുടെ റിപ്പോർട്ടുമായിട്ട് എത്തുന്ന മെസ്സഞ്ചറാണ് ആദ്യ പാട്ടെന്ന് പറഞ്ഞു. ദ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ പാർട്ടിൽ ദുര്യോധന ലാഷസ് ഔട്ട് അറ്റ് ദ മെസ്സഞ്ചർ. ദുര്യോധനന് ഈ ഒരു മെസ്സഞ്ചറിനോട് ദേഷ്യമാണ് വരുന്നത്. ആൻഡ് ടെൽസ് ഹിം ദാറ്റ്, ദ മെസ്സഞ്ചറിനോട് പറയാണ് ഹി ഷുഡ് കൺസിഡർ ജോയിനിങ് ദ പാണ്ഡവാസ്. മെസ്സഞ്ചറോട് ദുര്യോധനൻ പറയാണ് നീ പാണ്ഡവരുടെ കൂടെ കൂടിക്കോ. ബിക്കോസ് എന്തുകൊണ്ടാ? എനിമീസ് ആർ ബെറ്റർ ദാൻ ഫ്രണ്ട്സ്. ശത്രുക്കളാണ്, കൂടെ നിന്ന് ചതിക്കുന്ന സുഹൃത്തുക്കളെക്കാൾ നല്ലത് ശത്രുക്കളാണെന്നാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള രണ്ട് ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി ഒരു ടെക്സ്റ്റ് നമുക്ക് നോക്കാം. ടെക്സ്റ്റിലും രണ്ട് ഭാഗമാണ്, നമുക്ക് നോക്കാം. ഹിയർ ഒന്നാമത്തെ ഭാഗമാണ് കേട്ടോ. ഈ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, കൗരവരെ രാജാവായിട്ടുള്ള ദുര്യോധനൻ പാണ്ഡവരുടെ കാട്ടിലെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം കൂടുതൽ വിഷമത്തിലാണ് പാണ്ഡവരെങ്കിൽ രാജാവിന് സന്തോഷമാവും. അപ്പം അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് മെസ്സഞ്ചറെ വിടുന്നുണ്ട്. അങ്ങനെ ആ മെസ്സഞ്ചർ പാണ്ഡവരുടെ കാട്ടിലെ ജീവിതം അറിഞ്ഞ് ദുര്യോധനന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആദ്യ ഭാഗം. നമുക്ക് നോക്കാം. ഹിയർ ഓ ബ്രേവ് ഹിയർ ആൻഡ് ദസ് ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. ഹിയർ ഓ ബ്രേവ് ഹിയർ, കേൾക്കൂ, അങ്ങ് കേൾക്കൂ എന്ന് പറയാണ്, ദുര്യോധനോട് പറയാണ് കേൾക്കൂ. ഹിയർ ആൻഡ് ദസ് ഹാവ് എ പീസ് ഓഫ് മൈൻഡ് ദോസ് അഡോൺ വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് ഗുരൂസ് ആർ ബ്ലെസ്ഡ് ഫോർ ലൈഫ്. ഡെസ്പെയർ ടച്ചസ് ദം നോട്ട് ഓ കിങ് എന്ന് പറയാണ്. അങ്ങ് കേൾക്കൂ, വളരെ സമാധാനത്തിലാണ് പാണ്ഡവന്മാർ താമസിക്കുന്നത്. പീസ് ഓഫ് മൈൻഡോട് കൂടിയാണ് താമസിക്കുന്നത്. കാരണം എന്താ? ദോസ് അഡോൺ വിത്ത് ബ്ലെസ്സിങ്സ് ഓഫ് ഗുരൂസ്, ഗുരുക്കന്മാരുടെ പൂർവ്വ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം അവർക്ക് ഒരുപാട് അഡോൺ ചെയ്തിട്ടുണ്ട്, ചൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പാണ്ഡവർക്ക്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടു കൂടിയാണ് അവർ കാട്ടിൽ താമസിക്കുന്നത്. ആർ ബ്ലെസ്ഡ് ഫോർ ലൈഫ്, ജീവിതകാലം മുഴുവൻ അവർ അനുഗ്രഹീതരാണ്. ഡെസ്പയർ ടച്ചസ് ദം നോട്ട്, വിഷാദമോ വിഷമമോ നിരാശയോ അവരെ തൊടുക പോലും ഇല്ല. രാജാവെ കേൾക്കൂ എന്ന് പറയാണ്. രാജാവ് ഇവിടുത്തെ ആരാ? ദുര്യോധനൻ. കൗരവ രാജാവായിട്ടുള്ള ദുര്യോധനനോട് പറയാണ് പാണ്ഡവർക്കൊരു വിഷമമില്ല, അവർക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ട്, നിരാശ അവരെ തൊടുക പോലും ഇല്ല എന്ന് പറയാണ്. മെറിലി ലിവ് ദ പാണ്ഡവാസ്, വളരെ സന്തോഷത്തിലാണ് പാണ്ഡവർ ജീവിക്കുന്നത്. ഈവൺ ഇൻ ദ ഡെപ്ത് ഓഫ് ദ ഫോറസ്റ്റ്, കാട്ടിൽ ആണെങ്കിൽ കൂടെ വളരെ സന്തോഷത്തിലാണ് അവർ താമസിക്കുന്നത്. വിത്തൗട്ട് എനി ഇംഗ്ലിംഗ് ഓർ സോറോ, ദുഃഖത്തിൻ്റെ ഒരു കണിക പോലും അവരെ സ്പർശിച്ചിട്ടില്ല, വിഷമത്തിൻ്റെ ഒരു തരി പോലും അവർക്ക് ഇല്ല. അലോങ് വിത്ത് ദ ബെനിങ് സേഞ്ചസ്, അവരാരുടെ കൂടെയാണ് താമസിക്കുന്നത് പാണ്ഡവർ? ബെനിങ് സേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ദയാലുക്കളായിട്ടുള്ള മുനിമാരുടെ കൂടെയാണ് അവർ താമസിക്കുന്നത്. കാമിലി ഡു ദേ ഡ്വെൽ ഇൻ ദ്വൈത വുഡ്സ്, അങ്ങ് കേട്ടോളൂ, വളരെ സമാധാനത്തോടെ കാമായിട്ടാണ് അവർ ദ്വൈത വുഡ്സിൽ, വുഡ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, ദ്വൈത കാട്ടിൽ അവർ താമസിക്കുന്നത്. നോ ഡിസീറ്റ് ഓഫ് യുവേഴ്സ്, അങ്ങയുടെ ശത്രുത കാരണമാണല്ലോ അവർക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങയുടെ ശത്രുത അല്ലെങ്കിൽ അങ്ങയുടെ ചതി, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ ചതി. നോ ഡിസീറ്റ് ഓഫ് യുവേഴ്സ്, അങ്ങയുടെ ചതി. എഫക്റ്റഡ് ഓർ ടച്ച്ഡ് ദം, അവരെ തൊട്ടിട്ട് പോലും ഇല്ല. കാരണം എന്താ? ദയർ റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ആശ്രയം എന്ന് പറയണത്, അവരുടെ ആശ്രയം എന്ന് പറയണത് ആരുടെ കാലുകളാ? ബീയിങ് ദ ഫീറ്റ് ഓഫ് ബെനവലൻറ്റ് ഫോ ഓഫ് ഇൻഫെർണോ. അപ്പോൾ പാണ്ഡവന്മാരുടെ ആശ്രയം എന്ന് പറയുന്നത് നരകത്തിൻ്റെ ശത്രുവിൻ്റെ പാദങ്ങളാണ്. നരകത്തിൻ്റെ ശത്രു ബെനവലൻറ്റ് ഫോ ഓഫ് ഇൻഫെർണോ. നരകത്തിൻ്റെ രാജാവാരാ? നരകാസുരനാണ്. നരകാസുരനെ വധിച്ചതാരാ? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ നരകത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് ആരാ? ശ്രീകൃഷ്ണനാണ്.
അപ്പോൾ ആരുടെ പാദങ്ങളാണ് ഈ പാണ്ഡവന്മാർക്ക് ആശ്രയം? നരകത്തിൻ്റെ ശത്രുവിൻ്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ. ശ്രീകൃഷ്ണനാണ് അവരുടെ കൂടെ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ് മെസ്സഞ്ചർ വന്നിട്ട്. അതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം മെസ്സഞ്ചർക്ക് ദുര്യോധനൻ ഉത്തരം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ദുര്യോധനൻ മെസ്സഞ്ചറിനോട് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. എന്താ പറയുന്നത്? വെൻ സെൻഡ് ഓൺ എ മിഷൻ ലിമിറ്റ് യുവർ സെൽഫ് ടു ദാറ്റ്. നിന്നൊരു കാര്യത്തിന് വിട്ടാൽ അത് മാത്രം ചെയ്യുക. ഡു നത്തിങ് മോർ. കൂടുതലൊന്നും ചെയ്യണ്ട. അപ്പോൾ ശത്രുവിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ആർക്കും ഇഷ്ടമായിട്ടില്ല. ശത്രുവിനെ ഇവിടെ മെസ്സഞ്ചർ പുകഴ്ത്തി പറയുന്നത് ദുര്യോധനന് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിന്നൊരു കാര്യത്തിന് വിട്ടാൽ അത് മാത്രം നീ ചെയ്യുക, കൂടുതലൊന്നും ചെയ്യണ്ട. ഹേ യു ബ്രൂട്ട് ഓഫ് മാൻ. ഏറ്റവും ദുഷ്ടനായ മനുഷ്യനെ മെസ്സഞ്ചറിനെ വിളിക്കുകയാണ്. ട്രൈ നോട്ട് ടു ഫൂൾ മീ സ്ലൈലി. എന്നെ ഫൂളാക്കാൻ, വിഡ്ഢിയാക്കാനായിട്ട് നോക്കണ്ട. സൈഡ് വിത്ത് ദ ഏബിൾ പാണ്ഡവാസ് യു റിയലി മസ്റ്റ്. നിനക്ക് പറ്റാവുന്ന പോലെ നീ പാണ്ഡവരുടെ സൈഡ് നിന്നാണ് ഇപ്പം പറയുന്നത് എന്നോട്. ദ വൺ ഹു ഡൈൻസ് ഫ്രം മൈ ഫീസ്റ്റ്. എൻ്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പൈസ കൊണ്ട് നീ ഭക്ഷണം കഴിച്ചിട്ട് ഡയേഴ്സ് ടു എല്ലി ഹിംസെൽഫ് വിത്ത് മൈ ഫോഴ്സ്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ ശത്രുക്കളുടെ ഭാഗം പറയാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആൻഡ് പോണ്ടിഫ്രിക്കേറ്റ് ഫ്രൈസൻലി. നിനക്ക് നാണമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് നാണമാകില്ലേ എൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ ശത്രുക്കളുടെ പുകഴ്ത്തി പറയാൻ, അല്ലെങ്കിൽ അവരുടെ ഭയങ്കര ഉയർച്ചകൾ പറയാൻ നിനക്ക് നാണമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. അതേസമയം ഓൺ മൈ ഫൈസസ് ആൻഡ് ദെയർ വെർച്യൂസ്. എൻ്റെ കുറ്റങ്ങളും അവരുടെ കുറവുകളും പറയാനായിട്ട് നിനക്ക് നാണമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. ലാസ്റ്റ് നോക്കാം. ഹാപ്പിലി യു ഷുഡ് ഗോ ഓവർ ടു ദം. അപ്പോൾ ദുര്യോധനൻ പറയാണ് സന്തോഷത്തോടു കൂടി നീ അവരുടെ കൂടെ കൂടിക്കോ. ആൻഡ് സസ്റ്റെയിൻ യുവർ സെൽഫ് ഓൺ ബെറീസ് ആൻഡ് ഫ്രൂട്ട്സ്. പാണ്ഡവരുടെ കൂടെ ജീവിച്ച് ഇനിയുള്ള കാലം കായ്ക്കനികളും അവർ തിന്നുന്ന പോലെ ഫ്രൂട്ട്സും ബെറീസൊക്കെ തിന്ന് നീ കാട്ടിൽ താമസിച്ചോ. ഫോർ എനിമീസ് പ്രൂവ് യുവർ സെൽഫ് ദാൻ എലീസ് ഹു ആർ ജെന്റിലി ജനറസ് ടു എനിമീസ്. അപ്പോൾ പറയാണ് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെക്കാൾ നല്ലത് ശത്രുക്കളാണ്. കാരണം ഇപ്പം മെസ്സഞ്ചർ ആരെ പുകഴ്ത്തി പറയുന്നത്? പാണ്ഡവരെയാണ്. അപ്പോൾ ശത്രുക്കളെ പുകഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെക്കാൾ എന്തുകൊണ്ടും നല്ലത് ശത്രുക്കളാണ്. അതുകൊണ്ട് നീ അവരുടെ കൂടെ പൊക്കോ, നീ അവിടെ ഇനിയുള്ള കാലം ജീവിച്ചോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റുക. ഇവിടെ ഒരു ബെനവലൻറ്റ് ഫോ, ഈ ഒരു ടെക്സ്റ്റിലെ ആദ്യത്തെ ഭാഗത്തിൽ ബെനവലൻറ്റ് ഫോ എന്നൊരു വാക്ക് കാണാൻ പറ്റും. അതൊരു ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്സിമറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസിന് എക്സാമ്പിളാണ് ബെനവലൻറ്റ് ഫോ. എന്താ ഓക്സിമറോൺ എന്ന് പറയുന്നത്? വിപരീത പദങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിനെയാണ് ഓക്സിമറോൺ എന്ന് പറയാം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പദങ്ങൾ. ഇവിടെ ബെനവലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹമാണ്. ഫോ എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുവാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ബെനവലൻ്റ് അനുഗ്രഹം നല്ലൊരു കാര്യം, ഫോ എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? ഓക്സിമറോൺ എക്സാമ്പിളാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു ഗ്ലോസറിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ജസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.